ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ വില്യം മൂന്ന്, മേരി രണ്ട്. യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഒന്നാം കർണാട്ടിക് യുദ്ധം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ അവ നടന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. സന്യാസി കലാപം, വേലുത്തമ്പിയുടെ കലാപം, സന്താൾ കലാപം, ശിപായി ലഹള. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഓപ്ഷൻ സി ആണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചതും പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചതും തിരുവനന്തപുരം ജനറൽ ആശുപത്രി സ്ഥാപിച്ചതും ആയില്യം തിരുനാൾ മഹാരാജാവാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ ഏത് പാളിയാണ്? അകക്കാമ്പ്. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. കബനി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി കാവേരി. ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം കാണ്ഡ്ല. ഗംഗാ നദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്തു സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് സുന്ദർബൻസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം സ്വർണം. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിച്ചത് 1950 ഏപ്രിൽ 1-ന്. ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ലോക വ്യാപാര സംഘടന. അമൃതകാലം എന്നറിയപ്പെടുന്ന ബജറ്റ് 2023-24. കാർവേ കമ്മിറ്റി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകിട വ്യവസായം. നീലവിപ്ലവം മത്സ്യബന്ധനം. ചേരുംപടി ചേർക്കുക. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കി വകുപ്പ് 18. അവസര സമത്വം വകുപ്പ് 16. തൊട്ടുകൂടായ്മ നിരോധനം വകുപ്പ് 17. നിയമത്തിന് മുന്നിലുള്ള സമത്വം വകുപ്പ് 14. പൗരന്മാർക്ക് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഒട്ടാകെ ഏകരൂപമായ ഒരു സിവിൽ നിയമസംഹിത സംപ്രാപ്തമാക്കുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഈ പ്രസ്താവന? നിർദ്ദേശക തത്വം. മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 42-ാം ഭേദഗതി. ഇന്ത്യയുടേത് റഷ്യയുടെ മാതൃകയാണ്. 11 മൗലിക കടമകളാണുള്ളത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഓപ്ഷൻ എ ആണ് തെറ്റ്. ശരിയായത് രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ചാലും അദ്ദേഹത്തിന്റെ പിൻഗാമി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതുവരെ ഉദ്യോഗത്തിൽ തുടരാം. ഭരണഘടനയുടെ 91-ാം ഭേദഗതി. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 2004-ൽ ഭേദഗതി നിലവിൽ വന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയുൾപ്പെടെ ലോകസഭാ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല മന്ത്രിമാർ. ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജി. ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ. ട്രേഡ് യൂണിയനുകൾ. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി വയോ അമൃതം പദ്ധതി. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 1993 ഡിസംബർ 3-ന് നിലവിൽ വന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. എ. ഷാജഹാനാണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്ക് സ്വഭവനത്തിൽ ബന്ധുഭവനത്തിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം പദ്ധതി. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും. റോഷി അഗസ്റ്റിൻ ജലവിഭവം. കെ. കൃഷ്ണൻകുട്ടി വൈദ്യുതി. വി. അബ്ദുറഹ്മാൻ സ്പോർട്സ്. ഡോക്ടർ ആർ. ബിന്ദു ഉന്നത വിദ്യാഭ്യാസം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ജമ്മു കാശ്മീർ വിഭജിച്ച് ലഡാക്ക് ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. വകുപ്പ് 370, 35A എന്നിവ പാസാക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമാക്കി. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചത് 2019-ൽ. മനുഷ്യരിലെ വൃഷണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷണസഞ്ചിയിൽ ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം വൃഷണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ. ജീവകം B12-ൽ അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൾട്ട്. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് അതിറോസ്ക്ലീറോസിസ്. മനുഷ്യന്റെ അന്നപഥത്തിൽ നിന്ന് ആഹാരപദാർത്ഥങ്ങൾ ശ്വസനനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ക്ലോമപിതാനം. ഒമിക്രോൺ വൈറസിന്റെ ഏറ്റവും പുതിയ വകഭേദം ZBB
XBB 1.16. ഏറ്റവും മാരകകരമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. വായുവിൽ നിന്നും ജലത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ താഴെ പറയുന്നവയിൽ എന്തിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തി. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം f ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം 0 ആയിരിക്കും. പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം 3 × 10⁸ m/s ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മാറ്റിയാൽ പ്രകാശത്തിന്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയിൽ ഒന്നുമല്ല. 2023 കണക്കനുസരിച്ച് സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ളത് വ്യാഴത്തിനാണ്. ജൂപ്പിറ്ററിന്റെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം 2023 പ്രകാരം 92 ആണ്. ഇപ്പോൾ എത്ര ഉപഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന: തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. ആംഫോടെറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് HCl. അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകമാണ്? F ബ്ലോക്ക്. ബബിൾ കവത്തിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ പോളിവിനൈൽ അസറ്റേറ്റ്. ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയത് ആശാപൂർണ ദേവി. ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിന്റെ ജന്മദേശം ഹരിയാന. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം 11. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. വിവാഹം ചെയ്ത ഭാര്യയോടുകൂടി പാർക്കുന്നവൻ എന്നർത്ഥം വരുന്നത് ഗൃഹസ്ഥൻ. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? പൂജക ബഹുവചനം. ഉൽഗതി എന്ന പദത്തിന്റെ വിപരീതം അധോഗതി. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ മലർ പ്ലസ് അമ്പൻ. രാത്രി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത്? നിശ. ത്രിയാമ, ക്ഷണത, ക്ഷണപ്രഭ എന്നിവ രാത്രിയുടെ പര്യായങ്ങളാണ്. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഇംഗ്ലീഷിനെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. വെണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ വെൾ പ്ലസ് നീര്, നീറ്. ശരിയായ പദം കണ്ടെത്തുക. അതിഥി. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു അവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല്. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, പനിക്കു പട്ടിണി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഇവയൊന്നുമല്ല. സെറ്റ് കടന്നുപോകാൻ അവകാശമുള്ള ഒരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. സെറ്റ് അതുവഴി കടന്നു പോകുന്നത് തടയപ്പെടുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ഒരു തെറ്റായി എ സെറ്റിനെ നിയന്ത്രണപ്പെടുത്തുന്നു. എ മനഃപൂർവ്വം തെരുവിൽ സെറ്റിനെ തള്ളുന്നു. ഇവിടെ എ തന്റെ സ്വന്തം ശാരീരിക ശക്തിയാൽ സ്വയം വ്യക്തിയെ സെറ്റുമായി സമ്പർക്കം പുലർത്തുന്നതിനായി നീക്കി. അതിനാൽ അവൻ മനഃപൂർവ്വം സെറ്റിലേക്ക് ബലം പ്രയോഗിച്ചു. സെറ്റിന്റെ സമ്മതമില്ലാതെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അയാൾ സെറ്റിനെ മുറിവേൽപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാം എന്ന ഉദ്ദേശത്തോടെ അറിഞ്ഞോ അല്ലെങ്കിൽ IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം അവൻ ക്രിമിനൽ ശക്തി സെറ്റിന് നേരെ ഉപയോഗിച്ചു. ബി കൊല്ലപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ബിയെ എ ബലമായി കൊണ്ടുപോകുന്നു. എ IPC പ്രകാരമുള്ള ഏത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത്? തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ കൊലപാതകത്തിനായി തട്ടിക്കൊണ്ടുപോകൽ. ഏതെങ്കിലും പുരുഷൻ ഒരു സ്ത്രീയെ പിന്തുടരുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുകയോ അത്തരം സ്ത്രീയുടെ താൽപര്യമില്ലായ്മയുടെ വ്യക്തമായ സൂചന ഉണ്ടായിട്ടും ആവർത്തിച്ച് വ്യക്തിപരമായ ഇടപഴകൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത്തരം സ്ത്രീകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തു. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇന്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്നു. IPCയുടെ വ്യവസ്ഥകൾ പ്രകാരം ആ പുരുഷൻ പിന്തുടരൽ കുറ്റകൃത്യം ചെയ്യുന്നു. CRPC പ്രകാരം വാറന്റ് കേസ് എന്നാൽ മരണം, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ് എന്നാണ് അർത്ഥം. CRPCയുടെ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ 24 മണിക്കൂറിൽ കൂടുതൽ തടവിൽ വയ്ക്കരുത്. ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ആർക്കെതിരെ
ചെയ്തുവോ അയാൾ അല്ലെങ്കിൽ ഏത് വസ്തുവിനെ സംബന്ധിച്ചാണോ ചെയ്തിരിക്കുന്നത് അത് ഒരു യാത്രയിൽ ആണെങ്കിൽ ഒരു കോടതിക്ക് ആ കുറ്റകൃത്യത്തെ ഏതിലൂടെയോ ആരുടെ പ്രാദേശിക അധികാര പരിധിയിലൂടെയോ യാത്രയിൽ വ്യക്തിയെയോ വസ്തുവിനെയോ കടന്നുപോയതിലൂടെ വിചാരണ ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്യാം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം മരിച്ചുപോയ കണ്ടെത്താനാകാത്ത ഒരു വ്യക്തിയുടെ പ്രസക്തമായ വസ്തുതയുടെ പ്രസ്താവന അംഗീകരിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏതാണ് പ്രസക്തം? കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിൽപ്പന പത്രത്തിലോ കൈമാറ്റ രേഖയിലോ ഉള്ളത്. നിരവധി വ്യക്തികളുടെ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രസ്താവനയിലുള്ളത്. പൊതു അവകാശത്തെക്കുറിച്ചോ ആചാരത്തെക്കുറിച്ചോ പൊതു താൽപ്പര്യമുള്ള അധികാരത്തെക്കുറിച്ചോ ഒരു അഭിപ്രായം നൽകുക. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം വിദഗ്ധന്റെ അഭിപ്രായം കോടതിക്ക് വിദേശ നിയമം, സയൻസ്, ഫിംഗർ ഇംപ്രഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട അഭിപ്രായം രൂപീകരിക്കുവാൻ പാലിക്കപ്പെടുന്നു. പോലീസിന്റെ സംരക്ഷണത്തിലോ കസ്റ്റഡിയിലോ ഉള്ള ആരോടും മോശമായി പെരുമാറുകയോ അസഭ്യം പറയുകയോ ചെയ്യരുത് എന്ന് കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പ് നിഷ്കർഷിക്കുന്നു? വകുപ്പ് 29. രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പൊതുവായതോ സ്വകാര്യമായതോ ആയ ഏതെങ്കിലും തെരുവോ വഴിയോ അടയ്ക്കാൻ പോലീസിനെ പ്രാപ്തമാക്കുന്ന കേരള പോലീസ് നിയമത്തിലെ ഏതു സെക്ഷനാണ്? സെക്ഷൻ 69. കേരള പോലീസ് ആക്ട് സെക്ഷൻ 37 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആചാരം, മാന്യത, സ്വകാര്യത, മാന്യത എന്നിവ കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി കേരള പോലീസ് ഉദ്യോഗസ്ഥനും ഏത് സ്വകാര്യ സ്ഥലത്തും പ്രവേശനം ഉണ്ടായിരിക്കും. ഈ അധികാരം വിനിയോഗിക്കുന്നതിന് മുൻപ് കെട്ടിടത്തിന്റെ പരിസരത്തിന്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേടുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. NDPS നിയമത്തിലെ സെക്ഷൻ 27 പ്രകാരം കൊക്കൈൻ കഴിച്ചാലുള്ള ശിക്ഷ 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. NDPS ആക്ട് 1985 സെക്ഷൻ 37 പ്രകാരം ചെയ്ത കുറ്റകൃത്യത്തിന്റെ സ്വഭാവം തിരിച്ചറിയാവുന്ന കുറ്റം. പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 നുഴഞ്ഞുകയറുന്ന ലൈംഗിക ആക്രമണത്തിന്റെ നിർവചനം. കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടുനിൽക്കുന്ന തടവിന് ശിക്ഷിക്കപ്പെടാം. 1 വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെ സൂചിപ്പിക്കുന്നു? ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഫിസിക്കൽ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെന്റുകൾ എന്നിവയും അതിലേറെയും. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11ന്റെ ഉദ്ദേശം മൂന്നാം കക്ഷി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമം ഇത് കൈകാര്യം ചെയ്യുന്നു.